ട്രെയിലറും ടീസറൊക്കെ കണ്ട് ഒരുപാട് എക്സ്പെക്ടേഷൻ അടിച്ചു. പക്ഷെ പടം ഡബിൾ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അതും ഈ വർഷം ഞാൻ കണ്ട ഒരുപാട് സിനിമകളിൽ ഞാൻ പല പടങ്ങളും ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പറഞ്ഞു. പക്ഷെ ഇത്രത്തോളം എനർജറ്റിക് ആയിട്ട് ആ സിനിമയുടെ പല പീക്ക് പോയിന്റ്സും കണ്ട് അത്രയും ത്രില്ലടിച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കൽക്കി 2898 AD. നാഗശ്വിൻ എന്ന ഡയറക്ടർ കം റൈറ്റർ, അദ്ദേഹത്തിന് വേണം ആദ്യത്തെ കയ്യടി കൊടുക്കാൻ. ഈ ദിവസം അദ്ദേഹത്തിന്റെയാണ്. കാരണം ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം ചെലവിൽ 600 കോടി രൂപ ചെലവിൽ വരുന്നൊരു സിനിമ. പല സിനിമകളും വലിയ ബഡ്ജറ്റും വലിയ താരനിരയൊക്കെ കൊണ്ടുവന്നിട്ട് പലതും ഫ്ലോപ്പ് ആയി പോയ അവസ്ഥകൾ, അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് ബോംബുകളായി പോയ അവസ്ഥകളുണ്ട്. പക്ഷെ കിട്ടിയ ബഡ്ജറ്റിൽ എന്തൊക്കെ എവിടെയൊക്കെ കൊണ്ടുവരണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉണ്ടല്ലോ, അത് ഡ്രീം കം ട്രൂ ആയ ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഈ കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫസ്റ്റ് മൂവിയാണിത്. ആൻഡ് അതിലേക്ക് സ്കൈഫൈ പ്ലസ് നമ്മുടെ ഇന്ത്യൻ മിത്തോളജി എന്ന് പറയുന്ന വലിയൊരു കടലത്തെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നതും അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. കൽക്കി എന്ന് പറയുന്ന 10ാമത്തെ അവതാരത്തിന്റെ ഒരു വരവ്, അത് എങ്ങനെയൊക്കെ ആയിരിക്കണം, എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്, അങ്ങനെ അത് ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയൊക്കെയാണ് ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഭവം തന്നെ അടിപൊളിയായിട്ടുണ്ട്. ലീഡിങ് പെർഫോമൻസിൽ പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ സർ, അദ്ദേഹത്തിന്റെ ആ ഒരു ബിഗ് ബിയുടെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, എപ്പോ സ്ക്രീനിൽ കണ്ടാലും ഉണ്ടാകുന്ന ഒരു മാഗ്നിഫിഷ്യന്റ് ഫീല്. അശ്വത്ഥാമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പടത്തിന്റെ തുടക്കത്തിലുള്ള ഇൻട്രൊഡക്ഷൻ തൊട്ട് പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന സീനിലത്തെ BGM, അതുപോലെ ആ സ്ക്രീൻ പ്രസൻസ്, പ്രഭാസുമായിട്ടുള്ള ഒരുപാട് സീനുകൾ, ഇതൊക്കെ തന്നെയാണ് പടത്തിന്റെ ഹെവി പ്ലസ് പോയിന്റ്സ്. ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസൈന്, ആ ഒരു ശമ്പാല, അതുപോലെ കാശി, അങ്ങനെയുള്ള സ്ഥലങ്ങളെയൊക്കെ ഒരു ഡിസ്റ്റോപ്പിയൻ, ഒരു ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു വേൾഡിനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, അന്നത്തെ ജനങ്ങളുടെ അവസ്ഥകൾ, അതൊക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് പതുക്കെ ഇങ്ങനെ പോയി ഇങ്ങനെയൊക്കെയാണ് എത്തിവെച്ചേക്കണത് പടം. എടുത്തു പറയാണ്ട് വയ്യ. കാരണം ഈ പടത്തിന്റെ ടീസർ ഫസ്റ്റ് റിലീസായപ്പോൾ കഴിഞ്ഞ കൊല്ലം കാര്യമായിട്ടുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം സ്റ്റാർ വാഴ്സ് ഡ്യൂണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പടം എന്നാണ് തോന്നിയിരുന്നത്. പക്ഷെ പിന്നീട് ഇറങ്ങിയിട്ടുള്ള മറ്റേ ബുജിയുടെ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ടീസർ, അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ട്രെയിലർ പ്ലസ് റിലീസ് ട്രെയിലർ, ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ശരിക്കും ആ ഒരു ഫീല് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഹൈ ആയിരുന്നു. അതിലേക്ക് നയിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് ഇത്. ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ആ ഹോൾ ക്രൂവിന്റെ ഒരു ഇന്റർവ്യൂ. അതിൽ പലരും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, സിനിമയുടെ ഷൂട്ടിങ്ങിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ. അതിൽ കമൽഹാസൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നാഗശ്വിൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് സുപ്രീം യാഷ്കിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അതിനെ കുറിച്ച് പറയാൻ ചെന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കമൽഹാസൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, ഓക്കെ ഇതെല്ലാം ഡോക്യുമെന്റിലുണ്ട്, ഓക്കെ എന്താണ് ഇത്, എങ്ങനെ നമ്മൾ റിയലിലേക്ക് കൊണ്ടുവരും എന്ന് ചോദിച്ചപ്പോൾ നാഗശ്വിൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, സാർ അതിനുള്ള ഓൾറെഡി പ്ലാൻ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി പ്ലാൻ സെറ്റ് ആണ് എന്നുള്ളതാണ്. സോ അത് നമുക്ക് സിനിമയിൽ ത്രൂ ഔട്ട് കാണാൻ പറ്റും. ആൻഡ് സന്തോഷ് നാരായണന്റെ BGM ഔട്ട്സ്റ്റാൻഡിങ്. പല സീനിലും നമുക്കൊരു ഫീല് പ്ലസ് ത്രില്ല്. ഇതിലൊക്കെ ഇടയിൽ പറയാൻ വിട്ടു പോകുന്ന ഒരാളുണ്ട് എന്ന് വിചാരിക്കേണ്ട, പ്രഭാസിന്റെ ക്യാരക്ടർ. കാരണം വെച്ചാൽ പടത്തിന്റെ തുടക്കത്തിലൊക്കെ നമുക്ക് തോന്നുന്ന ലേസി ആയിട്ടുള്ള പടത്തിന്റെ ഒരു ഒഴുക്കം മട്ടിൽ പോകുന്ന ഒരു പടത്തിന്റെ സ്റ്റോറി, അല്ലെങ്കിൽ പലയിടത്തും ഒരു പീക്ക് പോയിന്റ്സ് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ പോവാണ്. ബട്ട് സെക്കൻഡ് ഹാഫ് പ്ലസ് ക്ലൈമാക്സ് ആ ഒരു ഭാഗം പൊളിയായിട്ടുണ്ട്. അത് ആ ഒരു ക്യാരക്ടറിനെ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ നൈസായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു, ജൂൺ 16-നായിരുന്നു ആദിപുരുഷന് റിലീസ്. കറക്റ്റ് ആ സമയത്ത് ആ സിനിമയുടെ ഒരു ഇഷ്യൂസ് കാരണം ഒരുപാട് രീതിയിലുള്ള ട്രോളുകൾ ആള് ഏറ്റിട്ടുണ്ട്. പക്ഷെ ഇത് 2024 ജൂൺ, ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സിനിമ കൊണ്ട് ഒരു കംബാക്ക് വീണ്ടും വരുത്തിയേക്കാണ് പ്രഭാസ്. ഓൾ ഓവർ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു പടം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതൊക്കെ മിസ്സാക്കി കഴിഞ്ഞാൽ വലിയൊരു ലോസിനെ പറയാനുള്ളൂ. കാരണം അതിനുള്ള ഐറ്റം ഈ പടം ഉണ്ട്. ഇതിലെടുത്തിട്ടുള്ള എല്ലാ ടെക്നിക്കൽ സൈഡും, അല്ലെങ്കിൽ പെർഫോമൻസ് സൈഡ്, മിത്തോളജി, അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിന്റെയും കുറെ പ്ലേസ്മെന്റ് ഉണ്ട്. അധികം പറഞ്ഞിട്ട് സ്പോയിലർ ആക്കുന്നില്ല, കാരണം പറഞ്ഞാലും തീരില്ല. കാരണം പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള മഹാഭാരത കഥകളൊക്കെ ശരിക്കും ആ ഒരു ബിഗ് പിക്ചർ ആയിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പടത്തിന്റെ ഒരു തുടക്കത്തിലത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ബ്രെത്ത് ടേക്കിംഗ് തന്നെ പറയാം. നിങ്ങളിത് കാണാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുന്നത് ഞാൻ പറയുള്ളൂ. ഇത് OTT കണ്ടിട്ട് അയ്യോ ഇത് ഭയങ്കര മിസ്സായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഈഗർലി വെയിറ്റിംഗ് ഫോർ കൽക്കി സെക്കൻഡ് പാർട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് അത്രയും വെയിറ്റിംഗ് ആണ്. ആൻഡ് മറ്റുള്ളതിൽ വെച്ചാൽ കമൽഹാസന്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ സ്ക്രീൻ പ്രസൻസും, അല്ലെങ്കിൽ ആ ഒരു ആന്റഗോണിസ്റ്റ് ക്യാരക്ടർ ആണെന്നുള്ള ഫീല് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആൻഡ് പല മിത്തോളജിക്കൽ റെഫറൻസുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, അത്രേ പറയാനുള്ളൂ. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കിയാൽ, കാണാത്തവരെന്തായാലും കാണും.